ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 16-5 മുതൽ 7 വരെ. ശിഷ്യന്മാർ അക്കരെ പോകുമ്പോൾ അപ്പം എടുപ്പാൻ മറന്നുപോയി. എന്നാൽ യേശു അവരോട്, നോക്കുവീൻ, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. അപ്പം കൊണ്ടുപോരായ്കയാലായിരിക്കും എന്ന് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ശിഷ്യന്മാർ ഗലീല കടലിന്റെ അക്കരയ്ക്ക് പോകുമ്പോൾ അപ്പം എടുക്കാൻ മറന്നു. സദൂക്യരുടെയും പരീശന്മാരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് കർത്താവ് നൽകുന്ന ഉപദേശത്തെ ആ ഒരു സാഹചര്യത്തിൽ അവർ തെറ്റായി ചിന്തിക്കുന്നു. 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അങ്ങനെ അപ്പത്തിന്റെ പുളിച്ച മാവല്ല, പരീശന്മാരുടെയും സദൂക്യരുടെയും ഉപദേശമത്രേ സൂക്ഷിച്ചുകൊള്ളുവാൻ അവൻ പറഞ്ഞു എന്ന് അവർ മനസ്സിലാക്കുന്നു. കർത്താവ് പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവിനെക്കുറിച്ച് അവർക്ക് ഭയനിർദ്ദേശം നൽകുകയാണ്. അവരുടെ ഉപദേശത്തെയാണ് കണക്കാക്കുന്നത്. പുനരുത്ഥാനം, ആത്മാവ്, ദൂതന്മാർ എന്നിവയെ നിഷേധിക്കുന്നവരാണ് സദൂക്യർ. ഇവർ മന്ദബുദ്ധികളായിരുന്നതിനാൽ, അപ്പമെടുക്കാത്തതിനാൽ കർത്താവ് അങ്ങനെ പറഞ്ഞു എന്ന് തെറ്റിദ്ധരിച്ചു. മാനുഷിക പരിചയങ്ങൾക്ക് അനുസരണമായിട്ടാണ് മനുഷ്യർ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ശിഷ്യന്മാർ അങ്ങനെ കരുതിയത്. 5000 പേരെയും 4000 പേരെയും അപ്പം കൊണ്ട് തൃപ്തി വരുത്തിയ അതിശയ പ്രവൃത്തി അവർക്ക് മനസ്സിലായില്ലയോ എന്ന് അവൻ ചോദിച്ചു. അപ്പം അവന് സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അവൻ അപ്പത്തിന്റെ കാര്യമല്ല ഇവിടെ വിഷയമാക്കുന്നത്. ഒരിക്കൽ അവശനും ഹൃദയഭാരമുള്ളവനുമായി മരുഭൂമിയിൽ ചൂരച്ചെടിയുടെ കീഴിൽ കിടന്നുറങ്ങിയ ഏലിയാവിനും ദൂതൻ കൊടുക്കുന്ന ആഹാരത്തിന്റെ ബലത്താൽ 40 പകലും 40 രാവും യാത്ര ചെയ്തു. മരുഭൂമിയെ താണ്ടി ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലെത്തുവോളം ആവശ്യമായ പോഷകം നിറഞ്ഞതായിരുന്നു കർത്താവ് കൊടുത്ത ആഹാരം. ഇന്നും നമ്മൾ കർത്താവിൽ നിന്നും അനുഭവിക്കുന്ന ആഹാരത്തിന്റെ ബലത്താൽ സ്വർഗത്തിലെത്തുവാൻ പ്രാപ്തരായിത്തീരുന്നു. ശിഷ്യന്മാർ അപ്പം എടുക്കാൻ മറന്നു എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിക്കാനുള്ള ഭയനിർദ്ദേശവും ലഭിക്കുന്നു. പുളിച്ച മാവ് അശുദ്ധിയെ കാണിക്കുന്നു. അത് ഉപദേശത്തിലും ജീവിതത്തിലും ഉണ്ടാകാം. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അപ്രകാരം ഉണ്ടാകരുത്. പുളിപ്പില്ലെങ്കിൽ അപ്പം ശരിയാക്കാൻ പ്രയാസമുണ്ടാകാം. എന്നാൽ അഭിജാത്യമുള്ള ഒരു യഹൂദൻ പുളിപ്പുള്ളതോ ജാതികളുടെ കയ്യാൽ പാകപ്പെടുത്തിയതോ ആയ അപ്പം ഭക്ഷിക്കുന്നില്ല. 5000-ത്തെയും 4000-ത്തെയും പോഷിപ്പിച്ച വിവരം അനുസ്മരിപ്പിച്ചുകൊണ്ട് ചിന്താകുലം ഉപേക്ഷിക്കാനും കർത്താവിൽ തന്നെ ആശ്രയിക്കാനും ധൈര്യപ്പെടാനും യേശു അവരോട് ആവശ്യപ്പെടുന്നു. പുളിപ്പിന് മറ്റൊരു വശമുണ്ട്. ആലങ്കാരികമായി യഹൂദന്മാർ സകല ദോഷത്തിനും പുളിപ്പ് എന്ന് പറഞ്ഞു വരുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ പ്രവേശിച്ച് മാലിന്യം സംഭവിക്കുന്ന സകലത്തിനും പുളിപ്പെന്ന് പറയുന്നു. തുടർന്ന് യേശു കേവലം അപ്പത്തെയല്ല പരാമർശിച്ചതെന്ന് അവർ ഗ്രഹിച്ചു. പരീശന്മാരുടെയും സദൂക്യരുടെയും സ്വഭാവത്തെ കർത്താവ് ഉദ്ദേശിച്ചിരിക്കണം. പരീശന്മാർ മതത്തെ കാണുന്നത് ന്യായപ്രമാണം, കൽപ്പന, നിയമം എന്നിവയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ്. പാരമ്പര്യങ്ങളിലും ബാഹ്യവിശുദ്ധിയിലും കൂടെയാണ് അവർ മതത്തെ നോക്കി കണ്ടത്. സദൂക്യർ ധനികന്മാരും ഉന്നത നിലവാരമുള്ളവരുമായിരുന്നതിനാൽ രാഷ്ട്രീയ കാര്യത്തിൽ ഇടപെട്ടു വന്നു. അപ്പോൾ ഭൗതിക കാര്യങ്ങൾക്ക് സഭയ്ക്കകത്തുള്ള സ്ഥാനമാനം കൊടുക്കുന്നതും സാമുദായിക പരിഷ്കരണം കൊണ്ട് ആത്മീയ നിലവാരമുയർത്താമെന്ന് ചിന്തിക്കുന്നതും അതിനെതിരെ കർത്താവ് ഇക്കാര്യം ഓർമ്മിപ്പിക്കുന്നു. യഥാർത്ഥ അനുഗ്രഹം ഹൃദയത്തിൽ ഉളവാകുന്നതാണ്. യഥാർത്ഥ വ്യതിയാനം ഹൃദയത്തിലായിരിക്കണം, അല്ലാതെ ബാഹ്യമായതിലല്ല. ഹെരോദാവിന്റെ പുളിമാവുമുണ്ട്. മ്ലേച്ഛതയിൽ ജീവിക്കുമ്പോൾ തന്നെ ആത്മീയ കാര്യങ്ങൾ തൽപരനെന്ന് കാണിക്കുക.
ഇതും വളരെ നിഷിദ്ധമായ ഒരു കാര്യമാണ്. നമ്മുടെ ഉള്ളിൽ വിശുദ്ധിയോടെ ജീവിപ്പാൻ നമുക്ക് സാധിക്കണം. തെറ്റായ ഉപദേശങ്ങളിൽ വീണു പോകാതിരിപ്പാൻ കർത്താവിന്റെ വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം, നിലനിൽക്കാം. ദൈവം നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. അങ്ങയുടെ ഉപദേശത്തിലും വചനത്തിലും നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. സാഹചര്യങ്ങൾ മാറി വരുമ്പോൾ അതിനനുസൃതമായി വ്യതിചലിച്ചു പോകാതിരിപ്പാൻ ഞങ്ങളുടെ മനസ്സിനെ ദൃഢീകരിപ്പാൻ സഹായിക്കണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. കൈവിടാതെ കാക്കണമേ. യേശു മിശിഹായുടെ നാമത്തിൽ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും ആലോചനയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.